രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എയുടെ കോൺഗ്രസിന് വലിയ തിരിച്ചടി പാലക്കാട് ഉണ്ടാകുമെന്നാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. ഒരു കാലത്ത് CPM-ന്റെ ഉരുക്കുകോട്ടയായിരുന്നു പാലക്കാട്. പിന്നീട് അത് കോൺഗ്രസ് കൈയടക്കുകയായിരുന്നു. ഈ കലിപ്പിൽ നിൽക്കുന്ന CPM മാങ്കൂട്ടം വിഷയം ഉയർത്തിക്കാട്ട് പാലക്കാട് നിയമസഭ പിടിച്ചെടുക്കുവാനുള്ള ചരടുവലികൾ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ അങ്ങനെയൊന്നും പാലക്കാട് വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിക്കുന്ന കോൺഗ്രസ് ഇതിനായി ഷാഫി പറമ്പിൽ എം.പിയെയാണ് നിയോഗിച്ചിരിക്കുന്നത്. പാലക്കാട് നിയമസഭയിൽ സ്ഥാനാർത്ഥി ആരാണെന്ന് അടക്കം തീരുമാനിക്കുന്നത് ഷാഫി പറമ്പിൽ എം.പി മാത്രമാണ്. ഇവിടെ വഴിയടഞ്ഞിരിക്കുന്നത് കെ മുരളീധരനാണ്. പാലക്കാട് കോൺഗ്രസിനെ രക്ഷിക്കാൻ മുരളി അവതരിക്കുമെന്ന പ്രഖ്യാപനമാണ് നേരത്തെ ചില നേതാക്കളിൽ നിന്നുണ്ടായത്. പാലക്കാട് MP VK ശ്രീകണ്ഠൻ MP അടക്കമുള്ളവർ മുരളിക്ക് വേണ്ടി രംഗത്ത് വന്നെങ്കിലും അവസാന വാക്ക് ഷാഫിയുടേതായിരുന്നു. അങ്ങനെ പാലക്കാട് നറുക്ക് വീണിരിക്കുന്നത് രമേശ് പിഷാരടിക്കാണ്. കോൺഗ്രസ് അനുഭാവിയാണ് പിഷാരടി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തൃപ്പൂണിത്തുറയിൽ രമേശ് പിഷാരടി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ പരന്നുവെങ്കിലും ഷുവർ സീറ്റ് ലഭിച്ചാൽ മാത്രമേ അംഗത്തിനുള്ളൂ എന്ന രമേശ് പിഷാരടിയുടെ തീരുമാനമാണ് പാലക്കാട് അവതരിപ്പിച്ചത്. മുരളി എത്തിയാൽ പാലക്കാട് ഷുവർ സീറ്റാണെന്ന് കോൺഗ്രസ് വിശ്വസിച്ചിരുന്നു. മുരളി എന്ന പേര് കനകലുവിന്റെ മുന്നിൽ കോൺഗ്രസ് വെച്ചിരുന്നു. പാലക്കാട് സർവേ നടത്തിയ കനകലു മുരളിയാണെങ്കിൽ കണ്ണും പൂട്ടി അയച്ചോ, വിജയം സുനിശ്ചിതമാണെന്നാണ് അറിയിച്ചത്. അവിടെയാണ് കനകലുവിനെ ഷാഫി തിരുത്തിയത്. ഇതോടെ കോൺഗ്രസ് നേതൃത്വം മുരളിയുമായി ആശയവിനിമയം നടത്തിയിരുന്നു. അവിടെയാണ് ഇപ്പോൾ മുരളിയുടെ വഴി അടഞ്ഞിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടാക്കിയ ക്ഷീണം മുരളിയിലൂടെ മറികടക്കാൻ സാധിക്കുമെന്നത് ഉറപ്പാണ്. മുരളീധരനാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഹാപ്പിയാണ്. മുരളീധരൻ പാലക്കാട് എത്തുകയാണെങ്കിൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചതാണ്. UDF-ലെ മറ്റ് ഘടകകക്ഷികൾക്കും മുരളീധരനാണെങ്കിൽ സ്വീകാര്യനാണ്. ഇതോടെയാണ് മുരളി എന്ന ഒറ്റ പേരിലേക്ക് കോൺഗ്രസ് പാലക്കാട് എത്തിയത്. എന്നാൽ ആ തീരുമാനം കൂടി അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ മുൻ സിവിൽ സർവീസ് ഓഫീസർ കണ്ണൻ ഗോപിനാഥനിലായിരുന്നു കോൺഗ്രസ് എത്തി നിന്നത്. പാലക്കാട് സാധാരണഗതിയിൽ ആര് നിന്നാലും ജയിക്കുമെന്നത് ഉറപ്പാണ്. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. വലിയ വിവാദത്തിലാണ് പാലക്കാട് കോൺഗ്രസ് എത്തി നിൽക്കുന്നത്. ഇതോടെ കണ്ണൻ ഗോപിനാഥിന് പകരം മറ്റൊരു അതികായനെ കോൺഗ്രസ് അവിടെ പ്രതീക്ഷിച്ചിരുന്നു. ഈ അന്വേഷണമാണ് മുരളീധരനിലെത്തിയത്. എന്നാൽ മുരളിയല്ലെങ്കിൽ പോലും വിജയം സുനിശ്ചിതമാണെന്ന് ഷാഫി പറമ്പിലിൻ്റെയും സംഘത്തിൻ്റെയും ആത്മവിശ്വാസമാണ് രമേശ് പിഷാരടി എന്ന പേരിൽ എത്തി നിൽക്കുന്നത്. നേരത്തെ സന്ദീപ് വാര്യർ പാലക്കാട് നിന്ന് ജനവിധി തേടുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ മുരളി വന്നതോടെ സന്ദീപ് വാര്യർ പാലക്കാട് സാധ്യതാ പട്ടികയിൽ നിന്ന് പുറത്തായിരുന്നു. തൃശ്ശൂരോ പകരം മറ്റേതെങ്കിലും മണ്ഡലമോ സന്ദീപിന് മുന്നിൽ തുറക്കപ്പെടുമെന്നാണ് കരുതുന്നത്. പാലക്കാടാണ് സന്ദീപിൻ്റെ തട്ടകം. ഈ മണ്ഡലത്തിൽ നിന്നാൽ അനായാസം വിജയിക്കാമെന്ന വിശ്വാസം സന്ദീപിനുണ്ടായിരുന്നു. രാഹുലിന് എന്തുകൊണ്ടും പകരക്കാരനാകാനുള്ള സാധ്യത സന്ദീപ് വാര്യർക്കുണ്ടായിരുന്നു. എന്നാൽ ജനസേവകൻ എന്നതിലും അപ്പുറം പ്രാവീണ്യം തെളിയിച്ച ഒരാളെ അവതരിപ്പിച്ചാൽ വിജയം സുനിശ്ചിതമെന്ന ചിന്ത കോൺഗ്രസിനുണ്ട്. ഈ തീരുമാനത്തിൽ സന്ദീപ് നിരാശനാണെന്ന് പറയേണ്ടി വരും. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് പകരം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായ ജയഘോഷിനെ പരിഗണിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്ന സംസ്ഥാനത്തെ ചില മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട്. ഷാഫി പറമ്പിൽ തീരുമാനം പ്രഖ്യാപിക്കുന്നതോടെ യൂത്ത് കോൺഗ്രസും പിൻവലിഞ്ഞു. എന്തായാലും മലബാറിലേക്കുള്ള മുരളിയുടെ യാത്ര തൽക്കാലം മാറ്റിവെക്കേണ്ടി വരുമെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും.